വാലൈക്കും മുസ്ലാം. പാർട്ടിയുടെ ഒരു അടിയന്തര യോഗം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നേ. ഞാൻ നാളെ നിക്കാഹിന് വരാനാ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ തലേന്ന് മൈലാഞ്ചി കല്യാണത്തിനെത്തുന്ന കാസിംബായി നിർബന്ധം പിടിച്ചപ്പോ യോഗം നിർത്തിവെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. സന്തോഷം. ഈ സോയ സാബിനെയും മകൻ കാസിംബായിനെയും പണിക്കൊണ്ട് നമ്മുടെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ലാന്ന്. ഇതെന്റെ മൂത്ത മകളുടെ കെട്ടിയ അബ്ദുൾ റഹ്മാൻ. കച്ചവടം. പിന്നെ അബ്ദുൾ റഹ്മാൻ എനിക്ക് അറിഞ്ഞൂടെ? ഇവൻ അസ്കർ, റഹ്മാന്റെ മോനെ. പിന്നെ എനിക്കറിഞ്ഞൂടെ അസ്കറിനെ. കാസിംബായി എവിടെ? ഓനകത്തുണ്ട്. വാലൈക്കും അസ്സലാം. നിങ്ങളെ കാത്തിരിക്കായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ. ഖദീജ, ഇബ്രാഹിം സാഹിബ് എന്റെ ഭാര്യയാണ്, മണവട്ട ഉമ്മ. എനിക്കറിഞ്ഞൂടത്. ഹായ്, ഇതെവിടെയായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. കാണാട്ടോ. എന്താ രണ്ടുപേരും കൂടെ ഇവിടെ? ഒന്നുമില്ല, ഒരു ഡൗട്ട് ചോദിക്കാൻ. ഡൗട്ട് ചോദിക്കലൊക്കെ നിക്കാഹ് കഴിഞ്ഞ മതി. അൻവറേ, രണ്ടാളൊന്നും ഇങ്ങോട്ട് വന്ന്. ഇതാണ് എന്റെ ഇളയ മോള് ഷാഹിന. അതെനിക്കറിഞ്ഞൂടെ. ഷാഹിന ഇതിന്റെ മൂത്ത പെങ്ങൾ ആരിഫയുടെ അൻവറിനെ എനിക്കറിഞ്ഞൂടെ. അതെങ്ങനെ സാറിന് ആദ്യമായിട്ടല്ലേ കാണുന്നത്? അതെനിക്കറിഞ്ഞൂടെ. ഞാനിവനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അത് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സ്ഥിരം പതിവാ. അറിയില്ലെങ്കിലും അതെനിക്ക് അറിഞ്ഞൂടെ എന്ന് പറയും. ഈ അണികളെ പോക്കറ്റിലാക്കാനുള്ള ഒരു തന്ത്രം അല്ലേ? അതെനിക്കറിഞ്ഞൂടെ. ഇവരുടെ രണ്ടുപേരുടെ നിക്കാഹ് ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഇവരുടെ പഠിപ്പ് കഴിഞ്ഞാൽ ഉടനെ നടത്തണം. ആരും മന്ത്രി സാറാ. ജയിച്ചു പോയ പിന്നെ ചാനലിൽ കൂടെ മാത്രമേ കാണാറുള്ളൂ. വള്ളംകളിയിലിടയ്ക്ക് സ്വാധീനന്റെ പുറകെ കിടന്ന് തിക്കുമരണ നമ്മൾ നമ്മൾ ഇസ്മയില് ഇവിടുത്തെ ഒരു അടുത്ത ബന്ധുവാണ്. മകന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു അടുത്ത ബന്ധു. ഈ നിക്കാഹിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മളാണ്. ഇത് ഉബൈദ്, അൻവറിന്റെ ബാപ്പ. ടൗണിലെ ഈ നിക്കാഹിന് ബിരിയാണിക്കുള്ള അരി എടുത്തിരിക്കുന്നത് ഈ ഇക്കാന്റെ കടയിൽ നിന്നല്ല, പുറത്തുനിന്നാണ്. ഇവിടെ 10 രൂപ കൂടുതലാണ്. അതാ സ്വന്തക്കാരുടെ കടയാകുമ്പോ ഇസ്മായിൽക്ക് കമ്മീഷൻ കിട്ടൂല. ഓ, കലവറയിന്ന് മട്ടൻ വിളിക്കുന്നു. മട്ടൻ വെട്ടാൻ വന്ന ആള് വിളിക്കുന്നു. വന്നാട്ടെ. നമസ്കാരം. അറിയാലോ നാരായണക്കുറുപ്പിനെ? പിന്നെ എനിക്കറിഞ്ഞൂടെ. അത് വെറുതെ. സത്യമായിട്ട് അറിയാം. ഈ നായർ സമുദായത്തിൽ ഇത് നാരായണക്കുറുപ്പിന്റെ ഏക മകൻ രമേശ് കുറുപ്പ്. മനസ്സിലായി. രമേശ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഖദീജ, എന്തേ ഇങ്ങനെ നോക്കി നിന്നാൽ എങ്ങനെയാ? മൈലാഞ്ചി തുടങ്ങട്ടെ.